മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനായി കുങ്കിയാനയെ അതിരപ്പള്ളിയിലെത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് എത്തിച്ചത്. ആനയെ പിടികൂടി ചികിത്സ നൽകാനാണ് നീക്കം. അതേസമയം ഏറെ നേരം ജനവാസ മേഖലയിൽ തുടർന്ന ആന ചാലക്കുടി പൊടിയുടെ തുരുത്തിലേക്ക് മാറി. ഇവരുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ആനയെ പിടികൂടി ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതേസമയം തന്നെ ആന ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറി ചാലക്കുടി പൊടിയുടെ തുരുത്തിലേക്ക് മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൗത്യം എത്രത്തോളം ശ്രമകരവുമാണ്. എന്തായാലും ഈ ആനയെ പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കുങ്കിയാന ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് ഈ പുറകിൽ കാണുന്നതാണ് വിക്രം എന്ന് പറയുന്ന ആനയാണ് എത്തിയിട്ടുള്ളത്. വയനാട്ടിൽ നിന്നാണ് ആന പുലർച്ചെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇനി മറ്റ് 2 ആനകൾ കൂടി ഏതാണ്ട് നാളെ രാവിലെ 5:30 കൂടി തന്നെ ഇവിടെ എത്തും. തുടർന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ദൗത്യം ആരംഭിക്കുന്നത്. പക്ഷേ വാഴച്ചാൽ DFO അറിയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റന്നാളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗത്യം തുടങ്ങുക എന്നാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അഭയാരണ്യത്തിലെ പണികൾ, അതായത് ആ കൂട് ബലപ്പെടുത്തുന്ന പണികൾ പുരോഗമിക്കുന്നുണ്ട്. ആ കൂട് പൂർണ്ണമായും ബലപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഈ ആനയെ പിടികൂടിക്കൊണ്ട് ഈ അഭയാരണ്യത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ കൂടിന്റെ ബലക്കുറവുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അരുൺ സക്കറിയ വന്ന് വിലയിരുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അതുമായി യൂക്കാലിപ്സ് മരങ്ങളെല്ലാം മുറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പണികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലേക്ക് ആദ്യത്തെ കുങ്കിയാന ഇവിടെ എത്തിയിരിക്കുന്നു. വിക്രമാണ് കുങ്കിയാന. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതാണത്. നാളെ ഏതാണ്ട് 5 മണിയോട് കൂടി തന്നെ മറ്റ് 2 കുങ്കിയാനകൾ ഇവിടേക്ക് എത്തും. RRT സംഘവും എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആന കൃത്യമായി തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. രാവിലെ നമ്മൾ കണ്ടതാണ്. ആന ഈ ജനവാസ മേഖലയിലേക്ക് കാര്യമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ ജനവാസ മേഖലയിലെ ആൻഡോ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് വാഴകളും തെങ്ങിൻ തൈകളെല്ലാം നശിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഇപ്പോൾ ആന ഈ തുരുത്ത് കടന്ന് ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ ആന ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം വനംവകുപ്പ് നടത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ആനയെ പിടികൂടിക്കൊണ്ട് ചികിത്സിക്കുന്ന നടപടികളിലേക്ക് ആനന്ദ്, ഉച്ചയോടെ തന്നെ RRT സംഘം വയനാട്ടിൽ നിന്നെത്തും, വിദഗ്ധ സംഘം എത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇത്തരത്തിൽ പിടികൂടി ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം തന്നെയാണ് ഉണ്ടാവുക, അല്ലേ? KP, അതിന് ചില തടസ്സങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ അഭയാരണ്യത്തിലെ കൂടിന്റെ ഫലമാണ്. കാരണം ആ കൂടിന്റെ ബലക്കുറവുണ്ട്, ബലക്ഷയമുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അരുൺ സക്കറിയ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട് ബലപ്പെടുത്തുക എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത്. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഈ ആനയെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുങ്കിയാന ഇവിടെ എത്തിയിട്ടുള്ളത്. നാളെ മറ്റ് 2 ആനകളെത്തും. ശേഷം RRT സംഘങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. വലിയൊരു സന്നാഹം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട് ബലപ്പെട്ടതിന് ശേഷമായിരിക്കും ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങളിലേക്ക് കിടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആനയുടെ ആരോഗ്യനില എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഈ മയക്കുവെടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം കൂടിയാലോചനകൾ കൂടുതൽ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ആനയെ പിടികൂടാനുള്ളത്. എന്തായാലും മറ്റന്നാളോട് കൂടി തന്നെ ആയിരിക്കും ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നാണ് വാഴച്ചാൽ DFO അറിയിച്ചിട്ടുള്ളത്. KP, യെസ് ഗൂഗിളാണ് വിശദാംശങ്ങൾ.